പലിശക്കുരുക്കിൽപ്പെട്ട വീട്ടമ്മ ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച് തീ കൊളുത്തി മരിച്ചു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം പുതുവീട്ടിൽ ഷിഹാബിന്റെ ഭാര്യ രാമനത്ത് വീട്ടിൽ 50 വയസ്സുള്ള ജുമൈലയാണ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. വീടിനു പുറകിലെ പറമ്പിലാണ് ജുമൈലയെ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 1 വർഷം മുമ്പ് ജുമൈല നാട്ടുകാരിയായ അബിദ എന്ന സ്ത്രീയിൽ നിന്ന് പലിശയ്ക്ക് 50,000 രൂപ വാങ്ങിയിരുന്നതായി മകൻ ഷിനാസ് പറഞ്ഞു. പലിശ ഇനത്തിൽ മാത്രമായി മാസം 10,000 രൂപ വീതം 8 മാസത്തോളം നൽകി. എന്നാൽ 2 മാസമായി പലിശ നൽകാനായിരുന്നില്ല. ഇതോടെ അബിദ വീട്ടിൽ വന്ന് മാതാവിനെ ഭീഷണിപ്പെടുത്തിയതായും ഷിനാസ് പറഞ്ഞു. മരണത്തിന്റെ കാരണം അബിദ എന്നുള്ളൊരു വ്യക്തിയുടെ പേരും ഇതും ഡീറ്റെയിലൊക്കെ എഴുതി വെച്ചിട്ടാണ് മരിച്ചത്. തുച്ഛമായ ചെറിയൊരു 50,000 രൂപയുടെ കേസിന് ഉമ്മാനെ വീട്ടിലേക്ക് വന്നിട്ട് നിരന്തരം വെള്ളിയാഴ്ച വീട്ടിലേക്ക് വന്നിട്ട് ഉമ്മാനെ അവളെ ആങ്ങളിലിട്ട് വന്നിട്ട് ഭീഷണിപ്പെടുത്തുന്നാണ് പറഞ്ഞിരുന്നത്. ഉമ്മ അതൊന്നും ഞങ്ങളോട്, ഞാനും അനിയനോട് മനസ്സില്ല. അവര് നിരന്തരം വീട്ടിലേക്ക് വന്നിട്ട് ഭീഷണിപ്പെടുത്തുകയും ഉമ്മാനെ ശല്യം ചെയ്യുകയും ചെയ്യാറുണ്ട്. ഉമ്മ അത് ഞങ്ങളോട് പറയാറില്ല. ഉമ്മ അങ്ങനെ ഒരു പൈസ എടുത്തുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം. അതിന്റെ അടവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. കുറച്ചു കാലമായിട്ട് ഞങ്ങൾ കൊടുക്കാറില്ല. അതിന് ഉമ്മാനെ നിരന്തരം വിളിക്കുകയും ഫോണിൽ കൂടെ വിളിക്കുകയും വീട്ടിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തുകയും റോട്ടിന്റെ സൈഡിൽ കണ്ട ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങള് പരാതിപ്പെട്ടിട്ടും അവിടെ പോയിട്ട് പരാതിപ്പെട്ടിട്ടും അതുവരെയായിട്ട് ഞങ്ങൾക്ക് അവർക്കൊരു കേസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് അവരെ ബോധിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പലിശയായി അടയ്ക്കാനുള്ള പണം തന്റെ കയ്യിലില്ലെന്നും ആധാരം പണയപ്പെടുത്തി പണം നൽകാനുള്ള ശ്രമം നടത്തുന്നതായും ജുമൈല ഇവരെ അറിയിച്ചിരുന്നു. എന്നാൽ പലിശ ഇനത്തിൽ ലഭിക്കാനുള്ള തുക വെള്ളിയാഴ്ച നൽകണമെന്നായിരുന്നു അമിതയുടെ അന്ത്യശാസനം. വെള്ളിയാഴ്ച താൻ സഹോദരനുമായി വരുമെന്ന് പറഞ്ഞാണ് അബിദ മടങ്ങിയത്. ഇതോടെ മാനസികമായി തളർന്ന ജുമൈല വ്യാഴാഴ്ച പുലർച്ചെ ദേഹത്ത് മണ്ണെണ്ണയഴിച്ച് തീ കൊളുത്തി മരിക്കുകയായിരുന്നു. ഇതേസമയം മക്കളായ ഷിനാസും അനസുമാണ് വീട്ടിലുണ്ടായിരുന്നത്. നേരം പുലർന്നതോടെ വീട്ടിൽ ഉമ്മയെ കാണാത്തതിനെ തുടർന്ന് ഷിനാസ് ഫോണിൽ വിളിച്ചു നോക്കി. എന്നാൽ ഫോൺ മുറിയിലിരുന്ന് ബെല്ലടിച്ചതോടെ ഷിനാസ് ഉമ്മയെ തിരഞ്ഞു പുറത്തിറങ്ങിയപ്പോഴാണ് ജുമൈലയെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം തൈക്കാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. പലിശ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അബിദയുടെ ഭീഷണി മൂലമാണ് തന്റെ മാതാവ് ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നും തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും ഷിനാസ് പറഞ്ഞു. എന്റെ ഉമ്മ മണ്ണെണ്ണ കൊളുത്തിയിട്ട് തീ കൊളുത്തിട്ടാണ് മരിച്ചത്. ഞങ്ങൾക്ക് ഇതിനൊരു നീതി വേണം, ഞങ്ങൾക്ക് നീതി കിട്ടണം. ഇവരെ കൊടുക്കാനുള്ള പൈസ ഞങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞതാ. അതുപോലും വകവെക്കാണ്ടാണ് അവര് എന്റെ ഉമ്മാനെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് നീതി വേണം. ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾക്ക് ആശ്രയമായിട്ട് ആരുമില്ല. ഞങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങള് നിങ്ങൾ ചെയ്തു തരണം. നക്ഷത്രത്തിലക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം ഈ വെള്ളി ആഭരണങ്ങളിൽ ആളുകാരൻ സിൽവർ ജ്വല്ലറി, ചാവക്കാട്, വാടാനപ്പള്ളി. പ്ലാറ്റിനം പോലെ സിൽവർ. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.